റെഡ്മിയുടെ റെഡ്മി നോട്ട് 11 T5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റെഡ്മി നോട്ട് 10 T5G എന്ന ഫോണിൻ്റെ സക്സസറായിട്ടാണ് റെഡ്മി നോട്ട് 11 T5G എന്ന ഫോൺ വരുന്നത്. റെഡ്മി നോട്ട് 10 T5G ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ റെഡ്മി നോട്ട് 11 T5Gയിൽ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ്മി നോട്ട് 11 T5G എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ പ്രോസസ്സറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 810 എന്ന പ്രോസസ്സറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. 17,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിലൊക്കെ ഇത് ഓക്കെ ആയിരിക്കും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതിൽ 5G ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5G ബാൻഡുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ SA-ൽ 7 5G ബാൻഡ്സും അതുപോലെ തന്നെ NSA-ൽ 4 5G ബാൻഡ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ റെഡ്മി നോട്ട് 10 T5G എന്ന ഫോണിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 700 എന്ന പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു അപ്ഗ്രേഡാണ് ഈ ഒരു മീഡിയാടെക്കിൻ്റെ 810 എന്ന പ്രോസസ്സർ. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ അവർ 6GB റാം എടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ബേസ് വേരിയൻറ്റിൽ 6GB റാമും 64GB ഇൻറ്റേർണലുമാണ് വരുന്നത്. അതുപോലെ തന്നെ 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും പിന്നെ 8GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. റാം ബൂസ്റ്റർ എന്നുള്ളൊരു ഫീച്ചർ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 3GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. 1TB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നല്ല വൈബ്രേഷൻ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് X-ആക്സിസ് ലീനിയർ വൈബ്രേഷൻ മോട്ടർ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോൺ വെട്ടം നീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഡ്യുവൽ ഷീറ്റ് ഗ്രാഫൈറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് ലൈൻ ബേസ് ആയിട്ടുള്ള MIUI 12.5 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. രണ്ടാമത് ഈ ഒരു ഫോണിൽ 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. 119 ഡിഗ്രിയാണ് ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത്. പിന്നെ റെഡ്മി നോട്ട് 10 T5G എന്ന ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ 2 സെൻസേഴ്സ് എന്ന് പറയുന്നത് അതിൽ ഒന്ന് 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും ഒന്ന് 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും ആയിരുന്നു. അതിനോട് വലിയ യൂസ് ഒന്നുമില്ല. പിന്നെ ആ ഒരു ഫോണിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിലും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും അതിൽ കൊടുത്തിട്ടില്ല. എന്നാൽ ഈ ഒരു ഫോണിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണെങ്കിലും രണ്ടാമത് വരുന്നത് കുറച്ചൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഫോണിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഒരു അപ്ഗ്രേഡ് എന്നൊക്കെ പറയാവുന്നതാണ്. കാരണം അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ f2.45 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 5000 mAhൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ തന്നെ 33 വാട്ടിൻ്റെ ചാർജറും വരുന്നുണ്ട്. നമ്മൾ റെഡ്മി നോട്ട് 10 T5G എന്ന ഫോണിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം അതിൽ നിന്ന് ഒരു അപ്ഗ്രേഡാണ് ഈ ഒരു 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് എന്നുള്ള കാര്യം. പിന്നെ Type-C ചാർജിങ് പോർട്ടാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ റെഡ്മി നോട്ട് 11 T5Gയിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. AMOLED ഡിസ്പ്ലേ ഒന്നും കൊടുത്തിട്ടില്ല. IPS LCD പാനലാണ് ഈ ഒരു ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. ഈ ഒരു ഫോണിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് പ്ലേ ചെയ്യുന്ന കണ്ടൻസിനൊക്കെ അനുസരിച്ചിട്ട് ഫോണിൻ്റെ റിഫ്രഷ് റേറ്റ് 50, 60 അതല്ലാന്നുണ്ടെങ്കിൽ 90 Hz ആയിട്ട് അഡ്ജസ്റ്റ് ആവുന്നതായിരിക്കും ഓട്ടോമാറ്റിക്കലി. പിന്നെ 240 Hzൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 3D പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ചില ഷോർട്ട് കട്ട്സ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഫീച്ചർ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 195 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 8.75 mm ആണ്. ഈ ഫോണിൽ ഇവോൾവ് ഡിസൈൻ എന്ന പേരിൽ വിളിക്കുന്ന ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫോണിൽ IP53 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു ഫോണിൻ്റെ 3 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റാർഡസ്റ്റ് വൈറ്റ്, അക്വാമറൈൻ ബ്ലൂ അതുപോലെ തന്നെ മാറ്റ് ബ്ലാക്കും. വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 6GB റാം 64GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 16,999 രൂപയാണ്. അതുപോലെ തന്നെ 6GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് 17,999 രൂപയാണ്. 8GB റാം വെർഷൻ്റെ വില വരുന്നത് 19,999 രൂപയാണ്. പിന്നെ ഇൻട്രൊഡക്ടറി ഓഫറായിട്ട് ഈ ഫോണിന് 1000 രൂപയുടെ ഓഫ് വരുന്നുണ്ട്. അതായത്
എല്ലാ വെർഷനിലും 1000 രൂപ കുറവായിരിക്കും. അതുമാത്രമല്ല ICICIയുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനു പുറമെ 1000 രൂപയുടെ ഓഫും കൂടി ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റ് 14,999 രൂപയ്ക്ക് മേടിക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ സെയിൽ ഡിസംബർ 7 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. mi.com വഴിയും അതുപോലെ തന്നെ ആമസോൺ വഴിയുമായിരിക്കും ഈ ഫോണിൻ്റെ സെയിൽ നടക്കുക. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 17,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ റെഡ്മി നോട്ട് 11T 5G എന്ന ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങളൊരു 5G ഫോണാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പം കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് റെഡ്മി നോട്ട് 11T 5G എന്ന ഫോൺ. 4G ഫോൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ AMOLED ഡിസ്പ്ലേ ഒക്കെ ഉള്ള ഫോണുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ 5G ഫോൺസിൽ ഇതായിരിക്കും നല്ലൊരു ഓപ്ഷന്. എന്തായാലും ഈ ഒരു ഫോണിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.